ഹലോ ഗായ്സ്, അപ്പോൾ ഇതേ ഇന്ന് നമ്മൾ നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്പെഷ്യൽ കാണിക്കാം കേട്ടോ. ഇതിന് നമ്മൾ ഇറാനി പോളാന്ന് കേട്ടോ പറയുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പേര് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു അര കപ്പ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് നമ്മൾ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് പാൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 മുട്ടയും കൂടി പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളിതാ കുറച്ച് ചിക്കൻ മസാലയൊക്കെ പുരട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യണത്. അതേ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലിലേക്ക് നമ്മൾ കുറച്ച് ഉള്ളി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചിക്കൻ മസാല കൂടെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും അതേപോലെ മല്ലിയിലയും കൂടെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ചിക്കൻ ഇത്ര വലിയ കഷ്ണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് ഇതേപോലെ കുറച്ച് ഓയിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ പുരട്ടി കൊടുക്കുക. അതിനുശേഷം നമ്മളെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല അതിൻ്റെ മുകളിലായിട്ട് ഒഴിക്കുക. ഫുള്ളായിട്ട് മിക്സ് ഒഴിക്കരുത് കേട്ടോ. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള മിക്സ് ഇതേപോലെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മസാല മാറ്റി വെച്ചിട്ട് ഇതേപോലെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൊഞ്ച് കൂട്ടിയെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്ര മൊഞ്ച് വേണ്ടാന്നാണെങ്കിൽ ഇതേപോലെ ഒന്നും ചെയ്യണ്ട കേട്ടോ. ഞാൻ കുറച്ചുകൂടി മൊഞ്ചായിക്കോട്ടെ വെച്ചിട്ട് കുറച്ച് തക്കാളി പീസാക്കിയതും പിന്നെ അതേപോലെ ക്യാപ്സിക്കം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മൂടി വെച്ച് സിമ്മിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വേണമെങ്കിൽ ഒന്ന് മറിച്ചിട്ടും വേവിച്ചെടുക്കുക. ഇത്രയുള്ള സിമ്പിൾ ആണ്. അപ്പോൾ ഈ നോമ്പ് കഴിയുന്നതിന് മുന്നേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത സ്പെഷ്യൽ ആയിട്ട് വരാം കേട്ടോ.